1200 ആണ്ട് കൊല്ലവർഷം രോഹിണി നക്ഷത്ര പൊതുഫലം 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 25 വരെ രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴൻ അനുകൂലമാകുന്ന ഒരു കാലയളവാണിത്. കണ്ടകശനിയുടെ അവസാനവും ഈ വർഷമാണ്. ആഗ്രഹസാഫല്യത്തിൽ ആത്മനിർവൃതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം, പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികളിൽ തുടങ്ങിയവയിൽ വിജയ സാധ്യത. പദ്ധതി ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കാൻ സാധിക്കും. നിയുക്ത പദവിയിൽ നിന്നും സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും. ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകും. വാക്കും പ്രവൃത്തിയും കൂടി വ്യത്യസ്തമാവാതെ സൂക്ഷിക്കണം. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. മേലധികാരി ചെയ്തു വെച്ച അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ ഇടവരും. ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. അവസരോചിതമായി പ്രവർത്തിക്കുവാനുള്ള സമചിത്തതയും യുക്തിയും അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. കലാകായിക മത്സരങ്ങൾക്ക് തീവ്ര പരിശീലനങ്ങൾ തുടങ്ങും. പുരോഗതിയില്ലാത്ത ഗ്രഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങാനുള്ള സാധ്യതയും ഈ വർഷം കാണുന്നു. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായങ്ങൾ തേടും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും. അനാവശ്യമായ ആധിയും ദുസംശയങ്ങളും ഒഴിവാക്കണം. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അംഗീകാരം ലഭിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാനിടവരും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കാനുള്ള സാധ്യതയും വർഷം ഉണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശങ്ങൾ തേടും. വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിനാൽ പ്രോത്സാഹന സമ്മാനം ലഭിക്കും. യാത്രാക്ലേശവും ദൂരദേശ വ്യാസവും വേണ്ടി വരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകാൻ സാധ്യത. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും അനുഭവഫലം കുറവായിരിക്കും. പുരോഗതിയില്ലാത്ത ഗ്രഹം വിൽക്കുവാൻ തയ്യാറാകും. ഒരു പരിധിയിലധികം പണം കുറച്ച് കൊണ്ട് ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികൾക്ക് നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും. നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ നിർദ്ദേശം വേണ്ടിവരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. വ്യാപാര വ്യവസായ വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറാനിടവരും. കർമ്മ മേഖലകളിൽ അത്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരം അനുഭവം ഉണ്ടാവുകയില്ല. അധികൃതരുടെ ആജ്ഞകൾ അർത്ഥമനസ്സോടുകൂടി ചെയ്തു തീർക്കും. നിലനിൽപ്പിന് വിഘാതമായ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗത്തിൽ നിന്നുണ്ടാകലും ആത്മധൈര്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ അതിജീവിക്കുവാനാകും.